കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ തിരൂർ DYSP ഓഫീസിൽ വെച്ചിട്ട് പൊന്നാനിയിലെ കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന കവർച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ബ്രീഫിംഗ് നടത്തിയിരുന്നു. ആ ബ്രീഫിങ്ങിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ കേസന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നതെന്ന്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടെന്നും അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും സംസാരിക്കാമെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പിടിയിലായിരുന്ന പ്രതി ഓട്ടോ സുഹൈൽ എന്നറിയപ്പെടുന്ന സുഹൈൽ, ഇർക്കിൽ നാസർ എന്നറിയപ്പെടുന്ന നാസർ, പിന്നെ മനോജ്, ഈ 3 പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും മുന്നോട്ട് പോക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് കേസിൽ നഷ്ടപ്പെട്ടുവെന്ന് നമ്മൾക്ക് ഇൻഫർമേഷനുള്ള അത്രയും തന്നെ സ്വർണവും അത് പണമാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെ വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കണക്കുകൾ പ്രകാരം ഞങ്ങൾ നിയമപരമായിട്ടുള്ള റിക്കവറി പ്രകാരം ഏതാണ്ട് 3500-ലധികം ഗ്രാം സ്വർണവും ഏതാണ്ട് 29 ലക്ഷത്തോളം പണവും ഇത് പല ഘട്ടങ്ങളിലായിട്ട് പണമാക്കി മാറ്റിയിരിക്കുന്നതും റിക്കവർ ചെയ്ത ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ നാൾവഴിയിൽ പിടിക്കപ്പെട്ട പ്രതികൾ പല ഘട്ടങ്ങളിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിടിയിലായ സമയം തന്നെ ബാക്കിയുള്ള സ്വർണം നഷ്ടപ്പെട്ടത് നമ്മൾ റിക്കവർ ചെയ്തതിന് ആദ്യഘട്ടത്തിൽ റിക്കവർ ചെയ്ത 1 കിലോയിലധികം സ്വർണത്തിൻ്റെ ബാക്കി സ്വർണമുള്ളത് പാലക്കാട് ജില്ലയിലെ ഒരു വ്യക്തിയുടെ വീട്ടിലുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ആദ്യം തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത്. അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ പോലീസ് ടീം ഉടനടി തന്നെ ഈ സംഭവ സ്ഥലത്ത് ചെന്ന് അത് വെരിഫൈ ചെയ്ത് അത് ക്രോസ് ചെയ്യിപ്പിക്കുകയും ചെയ്തതോടുകൂടി ആ വാദം പൊളിയുന്ന ഘട്ടത്തിൽ ആണ് നേരത്തെ ഉണ്ടായിരുന്ന റൂമറുകൾ പ്രകാരം ഈ കേസിൽ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള 2 പേരും, ഒരു പ്രഭുവും സെന്തിലും, മുൻ ക്രൈമുകളിൽ ഉൾപ്പെട്ടിട്ടിരുന്ന അവരിതിനകത്ത് പങ്കെടുത്തുവെന്നും അവരുടെ പങ്കാണ് ഇനി കിട്ടാനുള്ളതും എന്നുള്ള രീതിയിൽ ഒരു ഭാഷണമുണ്ടായത്. അതിൽ ഉടനടി തന്നെ പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം ഒട്ടും വൈകാതെ തന്നെ തമിഴ്നാട്ടിലെത്തി തമിഴ്നാട് അവിടുത്തെ ACPയുടെ സഹായത്തോടു കൂടി പ്രഭു എന്ന മുൻകാലത്തിൽ ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ള വ്യക്തിയെ കണ്ടെത്തുമ്പോൾ അയാൾ കുറച്ചധികം കാലമായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം മാറി ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ഒരു വാഹനം ഓടിക്കൽ കാര്യത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഒട്ടും സമയം കളയാതെ തന്നെ അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും ഈ പ്രതിയെ ക്രോസ് ചെയ്തതിനകത്ത് ആ വാദവും പൊളിയുന്നൊരു ഘട്ടം വന്നു. അപ്പോൾ ഈ പറയുന്ന വാദങ്ങളെല്ലാം തന്നെ പോലീസ് കസ്റ്റഡി കിട്ടിയിരിക്കുന്ന 5 ദിവസത്തെ പോലീസ് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും.